എല്ലാവർക്കും ഷാപ്സ് മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ മഷ്റൂം മസാലയാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് മഷ്റൂമാണ്. ഇതൊരു 750 ഗ്രാം ഉണ്ട്. അത്രയും മഷ്റൂമാണ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം ഞാൻ എടുത്തിരിക്കുന്ന കറിവേപ്പില എടുത്തിട്ടുണ്ട്, പച്ചമുളകുണ്ട്, ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, പിന്നെ വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ഒന്ന് പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്, പിന്നെ ഒരു സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ മഷ്റൂം ഒന്ന് അരിഞ്ഞെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ മഷ്റൂമൊക്കെ ഒന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തക്കാളി ഒന്ന് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മിക്സിയുടെ ജാറിലൊന്ന് ഇട്ടൊന്ന് അരച്ചെടുക്കാം. തക്കാളി ഞാൻ ഇത് വലിയതായതുകൊണ്ട് ഒരെണ്ണമാണ് എടുത്തത്. ഇനി ഇതിനകത്തുള്ള പൊടികൾ മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല ആൻഡ് മല്ലിപ്പൊടി, ഇതെല്ലാം ഞാൻ അതിന് ശേഷം ഞാൻ എടുത്തിരിക്കുന്ന പെരിഞ്ചീരകം എടുത്തിട്ടുണ്ട്, കറുവാപ്പട്ട എടുത്തിട്ടുണ്ട്, 2-3 ഏലക്കയെ കൂടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിക്കാം. എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മുടെ കറുവാപ്പട്ടയും പെരിഞ്ചീരകവും ഏലക്കയും ഒന്ന് ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. പെരിഞ്ചീരകം ഇത്രയും വേണ്ട, അപ്പം ഞാൻ അതിൻ്റെ ഒരു പകുതി മാത്രമാണ് ഇടുന്നത്. ഇതൊന്ന് മൂത്ത് വരണം. ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നാൽ പോതും, കരിഞ്ഞു പോകരുത്. അപ്പോൾ നമുക്കിനി സവാള ആഡ് ചെയ്ത് കൊടുക്കാം. സവാള ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇനി ഈ സവാളയൊന്ന് ബ്രൗൺ കളറാകണം. അതിന് വേണ്ടി നമ്മൾ ഉപ്പൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ സവാളയെല്ലാം ഒന്ന് ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഞാൻ പേസ്റ്റ് ആക്കിയിട്ടില്ല, ഒന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തിട്ടേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിലേക്ക് അതിട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ കറിവേപ്പിലയും പച്ചമുളക് കൂടെ അരിഞ്ഞതുകൂടെ ഇടാം. പച്ചമുളക് കീറിയാണ് എടുത്തിട്ടുള്ളത്. ഒരു 4 പച്ചമുളകോളം ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിനകത്തുള്ള പൊടികൾ നമുക്ക് ആഡ് ചെയ്യാം. ഞാൻ കുരുമുളക് പൊടി കുറച്ച് എടുത്തിട്ടുണ്ട്, മുളക് പൊടി 2 സ്പൂണ്, മല്ലിപ്പൊടി 1 സ്പൂണ്, ഗരം മസാല പാതി സ്പൂണ് ആണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ മസാലയെല്ലാം ഒന്ന് നല്ലപോലെ ഒന്ന് ആയി വരുമ്പോഴേക്കും അതിലേക്ക് ഞാൻ ഈ തക്കാളി നമ്മൾ പേസ്റ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അത് നമുക്കിതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് നല്ലപോലെ ചേർന്ന് വരുമ്പോഴേക്കും കണ്ടോ വെള്ളമൊക്കെ ഇങ്ങനെ വറ്റി വരും. അന്നേരേക്കും നമുക്ക് നമ്മുടെ മഷ്റൂമാണ് ഇനി ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി നമുക്കിതൊന്ന് നല്ലപോലെ ഒന്ന് ജോയിൻ ചെയ്യാം. ഇതിപ്പോൾ നല്ലപോലെ ഒന്ന് ഇളക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഈ മഷ്റൂമിനകത്തുനിന്ന് വെള്ളം ഇറങ്ങി വരും. അപ്പോൾ നമ്മൾ ഒന്ന് അടച്ച് വെച്ച് വേവിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോഴേ കണ്ടോ നമ്മൾ മഷ്റൂം ഇങ്ങനെ കുറച്ച് ഒരു ഇതായിട്ടുണ്ട്. അതിലേക്ക് ഞാനിപ്പം കശുവണ്ടി പരിപ്പ് മിക്സിയിലിട്ട് അടിച്ചെടുത്ത പേസ്റ്റാണ് ഇത്. ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്ന ഇതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് തരുന്നത്. അപ്പോൾ ഇത് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. ഇനി നമുക്ക് 2 മിനിറ്റ് കൂടി ഒന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഇത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ മഷ്റൂം മസാല ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ചപ്പാത്തി കൂടെയോ റൈസ് കൂടെയോ പൂരിയുടെ കൂടെയോ ദോശയുടെ കൂടെയോ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു ടേസ്റ്റി ആയിട്ടുള്ള മഷ്റൂം മസാലയാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.